റാപ്സിഡി ഓഫ് റിയാലിറ്റീസ് ജൂലൈ 31, 2026. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വാക്യം. ആലോചന നൽകി നമ്മെ വഴി നടത്തുന്നവൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നത്രേ അവിടുന്നുമായുള്ള വ്യക്തിപരമായ സംസർഗം അഥവാ കൂട്ടായ്മ, അതായത് വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രക്രിയ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾക്ക് അറിവ് നൽകുകയും ചെയ്യുന്നു. നിങ്ങളെ ഒരു കാര്യം അറിയിക്കേണ്ടത് ആവശ്യമാണെന്ന് അവിടുന്ന് കാണുമ്പോൾ നിങ്ങളോട് വ്യക്തിപരമായി അത് അറിയിക്കുന്നു. പരിശുദ്ധാത്മാവുമായുള്ള സംസർഗം എന്നും കാത്തു സൂക്ഷിച്ചാൽ നിങ്ങൾ ഒരു നാളും വഴിമുട്ടി അലയേണ്ടി വരികയില്ല. ഹല്ലേലൂയ. ഞാൻ അവിടുത്തോട് നിരന്തരം കൂട്ടായ്മയിലായിരിക്കുന്നതിനാൽ ഒരിക്കലും ഇരുട്ടിൽ നടക്കുന്നില്ല. ഞാൻ അറിയേണ്ട കാര്യങ്ങൾ അവിടുന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യൻ എന്നിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെക്കുവാൻ തുനിയുമ്പോൾ ഞാൻ ഒട്ടും അസ്വസ്ഥനാകുന്നില്ല. കാരണം ഞാൻ ആരോടാണോ സംഭാഷണത്തിലായിരിക്കുന്നത് അവിടുന്ന് സർവജ്ഞനാകുന്നു. ഞാൻ അറിയേണ്ടതൊക്കെയും അവിടുന്ന് തക്ക സമയത്ത് എന്നെ ഗ്രഹിപ്പിക്കുന്നു. അവിടുന്ന് എൻ്റെ പരമമായ വഴികാട്ടിയും എന്നെ സത്യത്തിൽ നടത്തുന്നവനുമാകുന്നു. ഗലീലയിലെ കാനാവിൽ കർത്താവായ യേശു കല്യാണ വിരുന്നിൽ പങ്കെടുത്ത കാര്യം നോക്കൂ. അമ്മയായ മറിയയും അവിടെ ഉണ്ടായിരുന്നു. വിരുന്നിനിടയിൽ ഒരു വേളയിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അമ്മ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അമ്മ ആ വിവരമാണ് അവിടുത്തെ അറിയിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പരിശുദ്ധാത്മാവ് നമുക്കായി ചെയ്യുന്നതും ഇത് തന്നെയാണ്. അവിടുന്ന് നമുക്ക് വിവരങ്ങൾ വെളിപ്പെടുത്തി തരുന്നു. എന്താണ് ആവശ്യമെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുന്നു. അവിടുന്ന് വിവരങ്ങൾ അറിയിക്കുക മാത്രമല്ല, നാം അറിയേണ്ട കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും തക്കതായ വഴിനടത്തൽ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നാം ഒരിക്കലും ആശയക്കുഴപ്പത്തിലാകാത്തത്. ആശയക്കുഴപ്പത്തിന്റെ വാക്കുകൾ ഒരിക്കലും ഉച്ചരിക്കരുത്. താൻ വഴിതെറ്റിപ്പോയി എന്നൊരു നാളും വിചാരിക്കുകയുമരുത്. എന്തെങ്കിലും ഒരു അവസരത്തിൽ ചെന്നുപെട്ടിട്ട് ഞാൻ വഴിമുട്ടിപ്പോയി എന്ന് പറയരുത്, ഒരിക്കലും അരുത്. പരിശുദ്ധാത്മാവ് താങ്കളുടെ കൂട്ടാളിയും വഴികാട്ടിയുമാകുന്നു. അവിടുന്ന് താങ്കളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. താങ്കളുടെ വഴിയിൽ ഒരിക്കലും ആശയക്കുഴപ്പത്തിനോ പരാജയത്തിനോ സ്ഥാനമില്ല. ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം, പ്രഖ്യാപിക്കാം. പ്രിയ പിതാവേ, എന്നോട് സംസാരിക്കുകയും സകലത്തിലും എന്നെ വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനായി ഞാൻ അവിടുത്തേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞാൻ ദിവ്യമായ ഉൾക്കാഴ്ചയിലും വ്യക്തതയിലും ഗ്രഹണശക്തിയിലും വ്യാപരിക്കുന്നു. ഞാൻ ഒരിക്കലും ആശയക്കുഴപ്പത്തിലാകുകയോ പ്രതിസന്ധിയിലാകുകയോ ചെയ്യുന്നില്ല. കാരണം അവിടുത്തെ ആത്മാവിനാൽ എനിക്ക് എപ്പോഴും തക്കതായ വഴികാട്ടലും വെളിപ്പാടും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.